ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫസി ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ നമ്മൾ കുറേ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫാണല്ലോ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാമല്ലേ? അപ്പം നമ്മൾ കുറേ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിച്ചുകൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 15 സ്റ്റിച്ചുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 7 സ്റ്റിച്ചുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ത്രെഡ് നമ്മൾ പൊക്കിയെടുത്തിട്ട് ഈ ഒരു ലൈനിൻ്റെ എൻഡിലാണ് നമ്മളിത് താഴ്ത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിൽ, എളുപ്പമല്ലേ? അപ്പോൾ ഇനിയാണ് നമ്മളിത് കൗച്ചിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈന് വരച്ച് വെക്കേണ്ട ആവശ്യമില്ലാത്തൊരു സ്റ്റിച്ചാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് വെളച്ചും ഒക്കെ കൊണ്ടുപോയിട്ട് കൗച്ചിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് പടർത്താൻ പ്രയാസമുള്ള ഓരോ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, സാറ്റിൻ ക്ലോത്ത് അതുപോലുള്ള ക്ലോത്തിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് കൗച്ചിങ് ചെയ്ത് വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഞാൻ ത്രെഡ് താഴത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഡിസൈനിലാണോ ഈ ത്രെഡ് വരേണ്ടത് ആ ഒരു രൂപത്തിൽ ഇതിനിങ്ങനെ വളച്ച് കൊടുന്ന് നമ്മൾ കൗച്ചിങ് ചെയ്ത് വരികയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഡിസൈനൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിട്ട് ഒരു പോയിന്റിലായിട്ട് വരും അല്ലേ? നമ്മളൊരു ലീഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതും ആ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് പൊക്കിയെടുത്ത അതേ ഒരു പോയിന്റിൽ തന്നെ താഴ്ത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ത്രെഡിനെ ഇങ്ങനെ വലിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊഴിച്ച് ചെയ്യുന്നത് നോക്കാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ സെയിം കളറാണെങ്കിൽ സെയിം കളറ്, മറ്റ് വേറൊരു കോൺട്രാസ്റ്റ് കളറാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നേരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കോൺട്രാസ്റ്റ് കളറായിട്ട് ഒരു റെഡാണ് എടുത്തിട്ടുള്ളത്, ഗ്രീനും റെഡായിട്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മറ്റൊരു കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് കണ്ടില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിലൂടെ നീഡിൽ പൊക്കി മറ്റേ സൈഡിലോട്ട് താഴ്ത്തി ഒരു കെട്ടിയിടുന്ന പോലെ, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ സെയിം ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ? അങ്ങനെ 2 പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്യുക, കൗച്ചിങ് ചെയ്യുക. പിന്നെ ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ അടുത്ത ഭാഗത്ത് എങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പിൽ നമ്മൾ അടുത്ത കൗച്ചിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ ത്രെഡ് കണ്ടില്ലേ, നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തത്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കൗച്ചിങ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ വരണം കേട്ടോ. നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൊന്ന് കൊണ്ടുപോയിട്ടൊന്നും നീഡിൽ താഴ്ത്തി കൊടുക്കരുത്. അപ്പോൾ ഓരോ പ്രാവശ്യം കൗച്ചിങ് ചെയ്യുന്നതും നമ്മൾ കറക്റ്റ് ഗ്യാപ്പിലായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിരുന്നല്ലോ, ആ ഒരു സ്റ്റിച്ചുകളൊക്കെയാണ് നമ്മളിതിൽ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്കത് താഴോട്ട് ഇറക്കിയിട്ട് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മളിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിൽ നമ്മളിതിങ്ങനെ ഈ ഒരു ത്രെഡിനെ വലിച്ച് കൊടുന്ന് അങ്ങനെ കൗച്ചിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് കെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് ഇട്ട ഒരു സ്റ്റിച്ച് കണ്ടില്ല, അവിടെ കെട്ടിയിട്ടിട്ടില്ല. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് കെട്ടിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ഓരോ ത്രെഡും സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഞാനിതിവിടെ രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് കണ്ടില്ലേ, നമ്മൾ ആ കൗച്ചിങ് ചെയ്ത ആ ഒരു ത്രെഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട ആ ഒരു ത്രെഡ് കാണില്ല, അത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ കാണൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ചുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 3 സ്റ്റിച്ച് ഉണ്ടല്ലോ, അത്
ഇനി ചെയ്യാൻ പോകുന്ന ആ ഒരു 3 സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് 3 ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേന്ന് എനിക്കൊരു പേടി. അപ്പം ഞാൻ സ്റ്റിച്ചൊക്കെ ഫുൾ ഇരുന്ന് അഴിച്ച് ആദ്യം ഒന്നും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ത്രെഡിനെ പൊക്കിയെടുക്കുകയാണ്. കെട്ടിയിടണം കേട്ടോ ത്രെഡിൽ. എന്നിട്ട് ഇതാ ലൈനിൽ നിന്ന് ഒന്ന് താഴോട്ട് നമ്മൾ നീഡിൽ താഴ്ത്തുകയാണ് കേട്ടോ. ലൈനിലല്ല താഴ്ത്തുന്നത്, ഒന്ന് താഴോട്ടാണ് താഴ്ത്തുന്നത്. എന്നിട്ട് ചെരിച്ച് കൊടുത്തിട്ട് നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ലൂപ്പായി കിടക്കുന്നത്, അത് നീഡിലിൻ്റെ താഴെ വരണ്ടായിരുന്നു, ആദ്യം ശ്രദ്ധിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഇനി മറ്റേ സൈഡിൽ ഈ ഒരു സൈഡിലോട്ടായിട്ട് താഴ്ത്തിയിട്ട് ലൈനിലോട്ട് ചെരിച്ച് കുത്തി പൊക്കിയെടുക്കുക. എന്നിട്ട് ഈ ത്രെഡിന് നമ്മൾ നീഡിലിൻ്റെ താഴത്തോടി എടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമല്ലോ അതുപോലെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലൈനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, താഴ്ത്തുന്നതും പൊക്കുന്നതും അല്ലേ, അപ്പുറത്തേക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് വരും അല്ലേ. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് താഴ്ത്തി ലൈനിലോട്ട് പൊക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നീഡിലിൻ്റെ താഴത്തോടെ നമ്മൾ ആ ഒരു ത്രെഡിനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത സൈഡിൽ നിന്ന് അങ്ങനെ മാറി മാറി ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് ഇറക്കിയിട്ട് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിലൊരു ഒരു പിക്ചർ കാണുന്നുണ്ടാവില്ലേ, നമ്മൾ മുന്നേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ വരച്ചൊരു പിക്ചർ കറക്റ്റ് ആവാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ മോട്ടിഫിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് നിങ്ങൾക്കിതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തു. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. നീഡിൽ ത്രെഡ് കൊടുക്കുക, അതുപോലെ കെട്ടിയിടുകയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നമ്മളപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാത്തതാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ അതെല്ലാം ഡീറ്റെയിൽ ആയി കാണിച്ചിരുന്നതാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലൈനിൽ പൊക്കിയെടുക്കുക, എന്നിട്ട് താഴെ നീഡിലെ താഴ്ത്തുക. അപ്പോൾ നമ്മൾ ഫെദർ സ്റ്റിച്ചിൽ നമ്മൾ താഴ്ത്തിയിട്ട് ഒന്ന് ചെരിച്ചിട്ടായിരുന്നു അല്ലേ കുത്തിയെടുത്തിരുന്നത്. ഇപ്പോൾ ചെരിക്കാണ്ട് നേരെ കുത്തിപ്പൊക്കുക കേട്ടോ. കണ്ടില്ലേ, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നീഡിലും പൊക്കിയെടുക്കുക. നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വേരിയേഷനാണ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് തികച്ചും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഓരോ സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് അങ്ങനെ നീഡിൽ താഴ്ത്തുന്നത്. ഫെദർ സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തു പോയിരുന്നല്ലോ. ഇത് നമ്മൾ ഒരു സ്റ്റിച്ചിൽ ഒരു സൈഡിൽ മാത്രം കേട്ടോ. പിന്നെ ഇതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പേര് വരാൻ കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ബ്ലാങ്കറ്റൊക്കെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്ലാങ്കറ്റിൻ്റെയൊക്കെ അറ്റങ്ങളുണ്ടല്ലോ അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പേര് വരാൻ കാരണം കേട്ടോ. പിന്നെ അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത് കേട്ടോ. പെട്ടെന്ന് കഴിയും നമ്മൾ ചെയ്യുന്നത്. അതായത് എത്ര പെട്ടെന്നാണ് നമ്മൾ എൻഡ് ചെയ്യാനായത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ താഴോട്ട് ഇറക്കിയിട്ട് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് കണ്ടില്ലേ, ഇങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ നമുക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്, ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല, ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ലൈന് നമ്മൾ
വലുതാക്കി കൊടുക്കുമ്പോൾ അടുത്തത് ഒന്ന് ചെറുതാക്കിയിട്ട് പിന്നെ ഒന്ന് വലുതാക്കിയിട്ട് പിന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടില്ലേ ഒന്ന് നീളത്തിൽ കുത്തുക പിന്നെ ഒന്ന് താഴെ കുറച്ച് അടുപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ നമുക്ക് ഈ താഴോട്ട് ഇങ്ങനെ വരുന്ന ഓരോ സ്റ്റിച്ചുകളുണ്ടല്ലോ അതൊന്ന് വലുതും ഒന്ന് ചെറുതും അങ്ങനെ പോകും. ഇത് നമുക്കൊക്കെ സെയിം ലെങ്ത് ആണല്ലോ. അപ്പോൾ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുമ്പോൾ ഒന്ന് വലുത് ഒന്ന് ചെറുത് ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന പിക്ചറിലുണ്ട് കേട്ടോ നമ്മൾ അത് വെച്ചിട്ട് ചെയ്ത ഒരു ഡിസൈനും ഞാൻ ഒന്നുകൂടെ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് പേരറിയില്ലെങ്കിൽ പോലും ഒരുപാട് പേര് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും മുന്നേ. ഒരു സിമ്പിൾ സ്റ്റിച്ചാണ്. നമ്മൾ അടച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് പൂവിൻ്റെ ഇതളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. കണ്ടില്ലേ, ഈ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക, ഗ്യാപ്പില്ലാണ്ട് അടച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം ഒരു 1/4 ഇഞ്ചൊക്കെ വരുന്ന ഒരു ഡിസൈനൊക്കെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുള്ളൂ. അതിലും കൂടുതൽ ലെങ്ത് വരുമ്പോൾ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് നമ്മൾ അതിൽ കൂടുതൽ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. വീഡിയോ നോക്കുക കേട്ടോ. അപ്പോൾ വേറൊരു രീതിയിൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യും. നമുക്ക് ഇത്ര ത്രെഡ് ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് റോങ് സൈഡിലും കണ്ടോ സെയിം അത് കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, റോങ് സൈഡിൽ നമുക്ക് ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് റോങ് സൈഡിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത്ര ത്രെഡ് ചിലവാവേണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് താഴ്ത്തി പിന്നെ നമ്മൾ വീണ്ടും നേരത്തെ പൊക്കിയെടുത്ത അതേ ഒരു ലൈനിലാണ് അതേ ആ ഒരു സൈഡിലാണ് വീണ്ടും നീഡിൽ പൊക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ അങ്ങനെയല്ല, താഴ്ത്തി ആ ഒരു സൈഡിലാണ് നമ്മൾ നീഡിൽ പൊക്കുക. കണ്ടില്ലേ, വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ താഴ്ത്തി അതേ ഭാഗത്ത് തന്നെയാണ് ഞാൻ നീഡിൽ പൊക്കുന്നത്. എന്നിട്ട് മറ്റേ സൈഡിലോട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കും. ആ ഭാഗത്ത് തന്നെ വീണ്ടും നീഡിൽ പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നമ്മൾ ശ്രദ്ധിക്കണം, അത് ഗ്യാപ്പ് വരാനും പാടില്ല. ഒന്ന് ഇങ്ങോട്ട് നീങ്ങും വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ താഴ്ത്തിയ ഭാഗത്തോടെ തന്നെ ത്രെഡ് പോരുമ്പോൾ ആ ഒരു സ്റ്റിച്ച് അവിടുന്ന് പോരുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ത്രെഡ് അത്ര ചിലവാവാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ നമുക്ക് കൂടുതൽ ഉറപ്പ് കിട്ടുക നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. ക്ലോത്തിനാണെങ്കിലും സ്റ്റിച്ചിനാണെങ്കിലും ഉറപ്പ് കിട്ടുക ഫസ്റ്റ് ചെയ്ത രീതിയിൽ ചെയ്യുമ്പോഴാണ്. കണ്ടില്ലേ, റോങ് സൈഡ് കണ്ടില്ലേ, ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു ത്രെഡ് അവിടെ ലാഭിക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ സാറ്റിൻ ക്ലോത്ത് പോലെയൊക്കെ തോന്നുന്ന ഒരു സ്റ്റിച്ച് ആയതുകൊണ്ടാണ് ഇതിന് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഷെവ്രോൺ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെവ്രോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ 2 ലൈൻ വരച്ച് കൊടുക്കണം. നമുക്ക് കാണുമ്പോൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു രൂപം തോന്നും കേട്ടോ ഇതും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മേലത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴത്തെ ലൈനിൽ ഇങ്ങനെ താഴ്ത്തി കുറച്ച് നീങ്ങി ഇങ്ങനെ പൊക്കിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് വീണ്ടും നമ്മൾ ആദ്യം താഴ്ത്തിയ ആ ഒരു ലൈനിലോട്ട് പൊക്കിയെടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഓരോ സൈഡിലോട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ അങ്ങനെ മാറ്റും. പിന്നെ നമ്മൾ അടുത്ത ലൈനിൽ അല്ലേ, അപ്പോൾ ഒന്ന് ചെരിച്ച് വേണം കൊടുക്കാൻ കേട്ടോ. അതിങ്ങനെ ചെരിച്ച് താഴ്ത്തി കുത്തി മേലേക്ക് പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നേരത്തെ താഴ്ത്തി അതേ ഒരു പോയിന്റിലോട്ട് നമ്മൾ നീഡിൽ പൊക്കുക. കണ്ടോ, ഒന്നുകൂടെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഒന്നിങ്ങനെ താഴ്ത്തുക എന്നിട്ട് പൊക്കിയെടുക്കുക കുറച്ച് നീങ്ങിയിട്ട്. എന്നിട്ട് നേരത്തെ താഴ്ത്തിയിട്ട് വന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വീണ്ടും നീഡിൽ താഴ്ത്തുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നീഡിൽ താഴ്ത്തിയിട്ട് നമ്മൾ ആ ഒരു ആദ്യം താഴ്ത്തിയ ആ ഒരു പോയിന്റിൽ പൊക്കിയെടുക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, നിങ്ങളുടെ ഡിസൈനിൽ അത് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ സ്റ്റിച്ചും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായി എന്നറിയുള്ളൂ.
ഇതിപ്പോൾ നമുക്കൊരു ലൂപ്പ്, ആ ലൂപ്പ് നമ്മൾ ആദ്യം അത് ആ അപ്പുറത്തെ സൈഡിലോട്ട് ഇടണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നീഡിൽ ആ ഒരു സൈഡിൽ വന്നത്. അപ്പോൾ നമ്മളത് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആക്കിയിട്ട് ഈ ഒരു സൈഡിലോട്ട് നീഡിലാക്കണം. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇട്ട് അങ്ങനെ വരികയാണെങ്കിൽ അത് ആദ്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ലൂപ്പ് വരുന്നുണ്ടല്ലോ, താഴോട്ട് ഒരു ത്രെഡ് പോയിട്ടുണ്ടല്ലോ, അവിടെ ഒരു ലൂപ്പ് ആവും. ആ ലൂപ്പിൻ്റെ ഈ സൈഡിലോട്ട് ആയിരിക്കണം നമ്മൾ നീഡിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഉള്ളത്തെ ഭാഗത്ത്, ഈ 2 ലൈനിൻ്റെ ഉള്ളത്തെ ഭാഗത്തായിട്ടായിരിക്കണം നമ്മുടെ നീഡിൽ വരേണ്ടത്. നമ്മൾ ആ ഒരു ലൂപ്പിനെ അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഡിസൈനിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ നോട്ടാണ് കേട്ടോ. ഇത് നല്ല ഫില്ല് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീഡിൽ പൊക്കിയെടുക്കുക. ഫുള്ളായിട്ട് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നീഡിലിൽ ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊക്കിയെടുത്ത ആ പോയിന്റിൽ ഒന്ന് ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ നീഡിലിനെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വെക്കുക. നമ്മൾ എന്നിട്ട് ആ ഒരു ഇപ്പോൾ പിടിച്ചിട്ടുണ്ടല്ലോ ത്രെഡ്, അതുമൊന്നും വിടരുത്. എന്നിട്ട് നീഡിലിനെ പതുക്കെ താഴ്ത്തി കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്ന ഒന്നുകൂടെ നോക്കുക. അപ്പോൾ ഞാനത് ക്യാമറയുടെ പൊസിഷൻ ഒന്ന് മാറ്റി വെച്ച് തരാം, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. നമ്മളിതാ നീഡിലിൽ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നീഡിൽ നമ്മൾ ത്രെഡ് പൊക്കിയെടുത്തു. എന്നിട്ട് ഈ നീഡിലിൽ ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റി കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു നീഡിൽ അവിടെ ഒന്ന് താഴ്ത്തി വയ്ക്കുക. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക. നല്ല ടൈറ്റാക്കി പിടിക്കരുത്, ഒരു പാകത്ത് ലൂസാക്കിയിട്ടും അല്ല എന്നാൽ ടൈറ്റായിട്ടും അല്ല, ആ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു നീഡിൽ താഴ്ത്തി എടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ ഇതിൽ നിന്ന് വിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വലിച്ചെടുക്കുക കേട്ടോ. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നേരത്തെ കിട്ടാത്ത പോലെ തോന്നും, പക്ഷേ അത് കിട്ടിയ എളുപ്പമാണ്. ഒരു കുറച്ച് നോട്ടുകൾ ചെയ്യുമ്പോഴേക്കിനും നിങ്ങൾക്കത് പ്രാക്ടീസ് ആവും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. ഫില്ല് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണിത് കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവർ വീണ്ടും വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഒരു പിടി കിട്ടും. എന്നിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിരുന്നു ചുറ്റിയിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു വലിയൊരു നോട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു 4 പ്രാവശ്യം ചുറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. സെയിം രീതിയിൽ തന്നെ നമ്മൾ ചുറ്റുന്നത് കുറച്ച് എണ്ണം കൂട്ടിയിട്ടെന്ന് മാത്രം കേട്ടോ. മാക്സിമം ഒരു 4 പ്രാവശ്യമൊക്കെ ചുറ്റാൻ പാടുള്ളൂ. അതിലും കൂടുതൽ നമ്മൾ ചുറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ കുറച്ചുകൂടെ വലിയ നോട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു 4 ചുറ്റൊക്കെ ചുറ്റിയതാ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി താഴത്ത് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ലീഫ് സ്റ്റിച്ച് നോക്കാം. അപ്പോൾ ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ലീഫ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ നോക്കാം അല്ലേ. അപ്പോൾ ബുള്ളിയൻ നോട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് ആ ലീഫ് വരച്ചത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് വരയ്ക്കുകയാണ്. ലീഫ് വരയ്ക്കണം കേട്ടോ നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ ലീഫിൻ്റെ കണ്ടോ ആ ഒരു അറ്റം ഭാഗത്തു നിന്നാണ് നമ്മൾ നീഡിൽ പൊക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ലീഫ് വരച്ചാൽ മതി. സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈന് വരണം. അപ്പോൾ നമ്മൾ അറ്റം ഭാഗത്തു നിന്ന് നമ്മൾ ത്രെഡ് പൊക്കിയിട്ട് കണ്ടോ സെൻറ്റർ ലൈനിലോട്ട് താഴ്ത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡിൽ ഉള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ലീഫിൻ്റെ ആ ഒരു ലീഫ് വരച്ച ആ ഒരു ലൈന് അതിൽ പൊക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് താഴ്ത്തുകയാണ് കേട്ടോ.
എന്നിട്ട് നമുക്ക് നേരെ മറ്റേ സൈഡിലെ ആ ഒരു ലൈനിലോട്ട് പൊക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് താഴ്ത്തിയിട്ട് ഈ സൈഡിലെ ലൈനിലോട്ട് പൊക്കിയെടുക്കുക. നമ്മൾ ആ താഴ്ത്തലും പൊക്കലും ഒരുമിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു സെൻറ്ററിൽ താഴ്ത്തുക, മറ്റേ ലൈനിൽ പൊക്കിയെടുക്കുക. ഇങ്ങനെ സെൻറ്ററിൽ താഴ്ത്തിയിട്ട് 2 സൈഡിലോട്ടും മാറി മാറി പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലീഫ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്ത് ചെയ്യാണ്, നമ്മളിതോടെ കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്ത വർക്കുകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഈ സ്റ്റിച്ച് എല്ലാവരും വർക്കിൽ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വർക്കിൽ ചെയ്ത് നോക്കിയാലുള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതാ ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ, ഞാനത് വർക്കിൽ തന്നെ ചെയ്ത് കാണിച്ച് തരണമെന്ന് തോന്നുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മുടെ ഓരോ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളത് ഫസ്റ്റ്, ഇപ്പോൾ നമ്മളിതിൽ ചെയ്ത ഓരോ സ്റ്റിച്ചും നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഓരോ പിക്ചറും ആ ഒരു ഓർഡറിൽ ഏത് സ്റ്റിച്ചുകളാണെന്നൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്ത വർക്കുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് സ്റ്റിച്ചാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമ്മളിനി ഒരു ക്ലാസ്സും കൂടെയാണ് നമ്മളിനി എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എംബ്രോയ്ഡറി ഇനി ഒരു ക്ലാസ്സിലേക്കുള്ളതൊന്നും അല്ല ഉള്ളൂ, ഒരുപാട് എംബ്രോയ്ഡറി വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഒരു ക്ലാസ്സിലും കൂടെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും എംബ്രോയ്ഡറി വഴിയായിട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത എംബ്രോയ്ഡറി ക്ലാസ് ആരും മിസ് ചെയ്യേണ്ട. കാരണം നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തെന്ന ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത്. 4 ഐറ്റം ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വെനസ്ഡേ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വരാം. ബൈ.